ബീച്ച് ഫെസ്റ്റിവൽ കഴിഞ്ഞ ഒരു ആകർഷണമായ നല്ലൊരു നാട്ടിലത്തെ ആൾക്കാർ ഇങ്ങനെ അടിച്ചു പൊളിക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ആല ചേറ്റുവ മണപ്പുറത്തിന്റെ മഹനീയ സാന്നിധ്യം മണപ്പുറം ബീച്ച് ഫെസ്റ്റിവൽ, അതായത് കൈമറം ബീച്ചിൽ മണപ്പുറം ബീച്ച് ഫെസ്റ്റിവൽ 2025 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്കാണ് നമ്മളിനി പോകുന്നത്. കഴമ്പുറം ബീച്ചിലേക്ക് പോകുന്ന റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വർണ്ണ നിറത്തിലുള്ള LED ബൾബുകൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇതിനിടയിലൂടെ നേരെ നമ്മൾ ബീച്ചിലേക്ക് എൻ്റർ ചെയ്ത് വൃത്തിക്കൊരു വൈബ് നമുക്ക് സെറ്റാവും, ഫീൽ ചെയ്യും. ശരിക്കും നേരെ ചെല്ലാൻ പോകുന്നത് നിറയെ കടകൾ, ഒപ്പം തന്നെ ഒരു ഭാഗത്ത് കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെയുള്ള വിനോദോപാധികൾ, അതെ യന്ത്രങ്ങൾ അടക്കം ഒരു ഭാഗത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നേരെ ബീച്ചിലേക്ക് എത്തിയാണ്. നല്ല വൃത്തിയുള്ള മനോഹരമായിട്ടുള്ള കേരളത്തിലെ ബീച്ചുകൾ പോലത്തെ ഒരു ബീച്ചാണ് നമ്മുടെ കൈമ്പറം ബീച്ചും. മാത്രമല്ല ഫുഡ് ഫെസ്റ്റും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകളാണ് ഈ ഒരു സമയത്തോടെ എത്താറുള്ളത്. ബീച്ചിലെ മനോഹരമായ കാറ്റൊക്കെ കൊണ്ട് ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ അതിഗംഭീരമായിട്ട് ആഘോഷിക്കാം. കൈമ്പറം ബീച്ചിലെ ബീച്ച് ഫെസ്റ്റിവലിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നിരവധി പരിപാടികളാണ് ഈ വർഷവും ബീച്ച് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ളത്. അതും പ്രത്യേകിച്ച് നിരവധി താരങ്ങൾ എത്തുന്നുണ്ട്. റിമി ടോമി, ഒപ്പം തന്നെ DJ നൈറ്റ്, അതുപോലെ തന്നെ നാടൻ പാട്ടുകൾ, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പരിപാടികൾ ഈ വർഷവും നിലവിലെ കൈമറം ബീച്ച് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. സ്റ്റേജിൽ പരിപാടികളുടെ ഒരു തുടക്കം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നിരവധി ആളുകൾ കൈമറം ബീച്ചിലെ പ്രോഗ്രാംസ് ആസ്വദിക്കാനും ബീച്ച് കാണാനും ഒപ്പം തന്നെ ഈ ഒരു സ്പെഷ്യൽ വെയിറ്റ് അറേഞ്ച്മെന്റ്സും എല്ലാം കാണാനും കൈമറം ബീച്ച് ഫെസ്റ്റ് ഡിസംബർ 24 മുതൽ 31 വരെ നടക്കുകയാണ്. ഡിസംബർ 25, അതായത് ഇന്ന് ക്രിസ്മസ് ദിനമാണ്. ഇന്ന് വൈകിട്ട് 7 മണിയോട് കൂടിയിട്ട് K. രാജൻ ഈ ഒരു സ്പെഷ്യൽ ബീച്ച് ഫെസ്റ്റിവലിന് ഉദ്ഘാടനം നിർവഹിക്കാൻ പോവാണ്. ഈ ഒരു വേദിയിലാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഇതിനുശേഷം സ്പെഷ്യൽ മ്യൂസിക് നൈറ്റ് ഉണ്ടായിരിക്കും. അതും അൻവർ സാദത്തും ഒപ്പം തന്നെ വിഷ്ണുവർദ്ധനും ഒരുമിച്ച് ചേർന്ന ഒരു സ്പെഷ്യൽ മ്യൂസിക് നൈറ്റിനായിട്ടാണ് ഈ ജനങ്ങളുടെ കാത്തിരിക്കുന്നത്. എന്തായാലും മണപ്പുറം ബീച്ച് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് പാപ്പാനി ഫയർ ഷോ ഉണ്ടാവാറുണ്ട് എല്ലാ വർഷവും. ഈ വർഷവും ഈ പറഞ്ഞ പോലെ തന്നെ പാപ്പാനി ഫയർ ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള പാപ്പാനിയും റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. എന്തായാലും എല്ലാ കാഴ്ചകളും നമുക്ക് വളരെ നല്ല കണ്ട് ആസ്വദിക്കാൻ നമുക്ക് ബീച്ച് ഫെസ്റ്റിനെ കൂടുതൽ വിശേഷങ്ങളൊക്കെ കണ്ടിരിക്കാം. ഇല്ല
കേന്ദ്രം ബീച്ചോത്സവത്തിന്റെ ഭാഗമായിട്ട് ഡിസംബർ 27-ന് കൈകൊട്ടിക്കളി അതുപോലെ തന്നെ ഒപ്പന ഇത് രണ്ടും കാണാനായിട്ട് എത്രയും പെട്ടെന്ന് കേന്ദ്രം ബീച്ചിലേക്ക് ഡിസംബർ 27-ന് വന്നോട്ടോ. അപ്പം തന്നെ ഇവിടെ ഉദ്ഘാടന പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബീച്ച് ഹൗസിന്റെ ഭാഗമായിട്ട്. പറഞ്ഞ പോലെ മന്ത്രി രാജൻ എത്തിച്ചേർന്നിട്ടില്ല, എനിക്ക് തോന്നുന്നു അതാണ് കുറച്ചും കൂടി ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പം തന്നെ ബീച്ച് കാണാൻ ആസ്വദിക്കാനൊക്കെ തിരക്കുണ്ട്. അപ്പം തന്നെ പരിപാടി കാണാനൊക്കെ നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട്. എന്തായാലും കൂടുതൽ കാഴ്ചകളിലേക്ക് വരാം, കണ്ടിരിക്കുക.